അഭിവന്യ കല്ലറക്കൽ പിതാവേ, പൊന്നുരുന്തി കപ്പച്ചിൻ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായ സ്നേഹമുള്ള ബിജു അച്ഛ, റവറൻ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവദാസനായ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 1913 കോട്ടപ്പുറത്ത് നമ്മുടെ അഭിവന്യ പിതാവിൻ്റെ നാട്ടിൽ അതിൻ്റെ തൊട്ട് അയൽവക്കത്ത് ജനിച്ച തിയോഫനച്ചൻ 1968 ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായി 55-ാമത്തെ വയസ്സിൽ. പിതാവ് ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഈ 56-ാമത്തെ ചരമദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന് കാരണമുണ്ട്, നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. കാരണം സമാധാന പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് അസീസി ആ പ്രാർത്ഥന ഉപസംഹരിക്കുന്നത് മരിക്കുമ്പോഴത്രേ ജനിക്കുന്നത് എന്ന് പറഞ്ഞാണ്. നിത്യജീവനിലേക്കുള്ള ആ ജനനം, ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് മരണമെന്ന കവാടത്തിലൂടെ നാം പ്രവേശിക്കുകയാണ്. ആയതിനാൽ നമുക്ക് ആഘോഷിക്കാം സന്തോഷത്തോടെ. ദൈവദാസനായ തിയോഫനച്ചൻ്റെ 56-ാമത്തെ നിത്യജീവനിലേക്കുള്ള ജനനമാണ് നാം ആഘോഷിക്കുക. അച്ഛനെ എനിക്ക് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയില്ല. അച്ഛൻ മരിക്കുന്നതിന് 13 വർഷം മുമ്പാണ് ഞാൻ ജനിച്ചതെങ്കിലും അച്ഛനെ കാണാനോ അച്ഛൻ്റെ സംസാരം നേരിട്ട് കേൾക്കാനോ സാധിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മ്യൂസിയത്തിൽ കയറി ദൈവദാസൻ്റെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പല കത്തുകളിൽ നിന്ന്, പലരുടെയും ലേഖനങ്ങളിൽ നിന്ന് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ എല്ലാറ്റിലുപരിയായി തിയോഫനച്ചനുമായിട്ട് ജീവിച്ച അനുഭവങ്ങൾ പങ്കുവച്ച സഹോദരങ്ങളിൽ നിന്നും, സന്യാസ സഹോദരങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അച്ഛൻ്റെ തന്നെ നബിയായ റോബിനച്ചനിൽ നിന്നും, മറ്റു ജെറിനച്ചനിൽ നിന്നും, ഡോമിനിക് അച്ഛനിൽ നിന്നും, പ്രായമുള്ള മറ്റു അച്ഛന്മാരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് തിയോഫനച്ചനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 ദൈവവചനത്തിൽ സംഗ്രഹിക്കാൻ സാധിക്കും. 2 ദൈവവചനം. ഒന്നാമത്തെ ദൈവവചനം എഫേസൂസുകാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ മുന്നിൽ സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാവരും ദൈവത്തിനു മുമ്പിൽ സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായി ജീവിക്കണം. തിയോഫനച്ചൻ ഈ വിളിയിൽ ഏതാണ്ട് പൂർണ്ണത പ്രാപിച്ചു എന്ന് പറയാം. സ്നേഹത്തിൻ്റെ ജീവിതമായിരുന്നു, വിശുദ്ധിയുടെ ജീവിതമായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധരാണ്, സ്നേഹമുള്ളവരാണ് എന്നൊക്കെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനം 139 പറയുന്നു, അവൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് എവിടെ ഓടി ഒളിക്കാൻ പറ്റും?
കടലിൻ്റെ അടിയിൽ ചെന്നാൽ അവൻ അവിടെയുണ്ട്. കൂറ്റാക്കൂരി ഇരുട്ടിൽ ഒളിക്കാമെന്ന് വിചാരിച്ചെന്നാൽ അതവന് പകല് പോലെ വെളിച്ചമാണ്. തിയോഫനച്ചൻ ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധമായി ജീവിച്ചു. നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹത്തിൽ ജീവിച്ചു. മറ്റൊരു വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വാക്യമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുക: നാം എല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവദാസനായ തിയോഫനച്ചൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ ചെയ്ത സത്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? കോട്ടപ്പുറത്ത് ജോർജിൻ്റെയും, അതിനു മുമ്പ് 2 പേരുണ്ട്, ജോർജിൻ്റെയും അന്നയുടെയും 6-ാമത്തെ മകനായിട്ടാണ് തിയോഫനച്ചൻ ജനിച്ചത്. അപ്പോൾ അവർ അച്ഛന് കൊടുത്ത പേര്, മാതാപിതാക്കൾ അച്ഛന് കൊടുത്ത പേര് മൈക്കിൾ എന്നായിരുന്നു. പിതാവ് അത് സൂചിപ്പിക്കുകയുണ്ടായി. ആ മൈക്കിൾ എന്ന പേര് അദ്ദേഹം മാറ്റി കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് കർണാടകയിൽ ഫറിംഗപ്പെട്ടിൽ നൊവീഷ്യറ്റിൽ വെച്ച് നമുക്ക് പേര് മാറ്റാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ മൈക്കിൾ എന്ന പേര് മാറ്റി തിയോഫനച്ചൻ തിയോഫിൻ എന്ന പേര് സ്വീകരിച്ചു. തിയോഫിൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ള ആ പേര് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മളുള്ള കരുതൽ, ദൈവം എന്തുമാത്രം നമുക്ക് വേണ്ടി സഹിച്ചു, അതൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ തിയോഫനച്ചൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു, നമുക്കൊക്കെ കാണിച്ചു തന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഉത്ഥിതനായ യേശുവാണ് നിങ്ങളോടുകൂടി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്ന യേശുവിനെ നമ്മൾ കാണുക. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കറിയാം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ ലോക അവസാനം വരെ അവൻ നമ്മോടുകൂടെയുണ്ട്. തിയോഫനച്ചൻ ചെയ്ത സത്പ്രവർത്തികളിൽ ഒരു പ്രവൃത്തി ഇതാണ്: മിഖായേൽ എന്ന, മൈക്കിൾ എന്ന തൻ്റെ പേര് മാറ്റി തിയോഫിൻ എന്ന്, ദൈവത്തിൻ്റെ വെളിപാട് എന്നർത്ഥമുള്ള ആ പേര് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ്. 2-ാമതായിട്ട് അച്ഛൻ ചെയ്ത സത്കർമ്മങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ 1958 എൻ്റെ ഓർമ്മ, ഈ ആശ്രമം സ്ഥാപിച്ചു. 1958. തുടർന്ന് ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം ഈ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ആയിരുന്നു. 9-10 വർഷങ്ങൾ അദ്ദേഹം മരിക്കുമ്പോൾ, 10-ാമത്തെ വർഷമാണ് മരിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ ഇവിടുത്തെ സെമിനാരിയിലെ റെക്ടറായിരുന്നു. ഇങ്ങനെ ഇവിടെ അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആളുകൾ പല ആവശ്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിക്കാനിടയായി. ക്രിസ്ത്യാനികൾ മാത്രമല്ല, കത്തോലിക്കർ മാത്രമല്ല, പല ജാതി മതത്തിൽപ്പെട്ടവരും അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തെ സമീപിച്ചവർക്കൊക്കെ അദ്ദേഹം വലിയ ആശ്വാസം, സന്തോഷവും സമാധാനവും ഒക്കെ പകർന്നു. ദുഃഖിക്കുന്നവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പുഞ്ചിരിയുടെ വെളിച്ചം പകർത്തി ആശ്വാസവാക്കുകൾ പകർന്നു കൊടുത്ത ദൈവദാസൻ എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സമാധിയിൽ എഴുതി വച്ചിരിക്കുന്നത്.
ആ ദൈവദാസൻ നമുക്ക് മാതൃകയാണ്. അദ്ദേഹം ചെയ്തതൊക്കെ നമുക്ക് മാതൃകയാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും വിലയിരുത്തുമ്പോൾ ഇങ്ങനെ ഞാൻ ഓർക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ സംഗ്രഹം, കണ്ടന്റ് ഇങ്ങനെയാണ്: മക്കളെ ശിക്ഷണത്തോടുകൂടി വളർത്തുന്ന പിതാവ് മരിച്ചാലും മരിക്കില്ല. മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്ന പിതാവ് മരിച്ചാലും മരിക്കില്ല, ജീവിക്കും. ഒരു ആശ്രമ സുപ്പീരിയർ എന്ന് പറയുന്നത് ആ ആശ്രമത്തിലെ എല്ലാവരുടെയും പിതാവാണ്. ആശ്രമത്തിലെ മാത്രമല്ല, ചുറ്റുമുള്ള വീടുകളിലെ ചുറ്റുപാടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സമീപിക്കുന്ന എല്ലാവരുടെയും പിതാവാണെന്ന് പറയാം. 1000 നല്ല അധ്യാപകരെക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹമുള്ള ഒരു പിതാവ്. സെൻറ്റ് ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറയുന്ന ഒരു വാചകമാണ്: 1000 അധ്യാപകരെക്കാൾ, ഗുരുക്കന്മാരെക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹമുള്ള ഒരു പിതാവ്. ഇവിടെ നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ആ പാലത്തിന്മേൽ വച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഏറ്റവും മുകളിൽ തിയോഫനച്ചിൻ്റെ പടവും മറ്റേ സൈഡിൽ മെൻഡസച്ചിൻ്റെ പടവുമാണ്. ജെറിനച്ചനും പിന്നെ ഡൊമിനിക്കച്ചനും ആണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ. അവരുടെ ചുറ്റുമായിട്ട് തിയോഫനച്ചനോട് അടുത്ത് പെരുമാറിയ വേറെ 27 ഈ പുനരുദ്ധിക്കാരുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്: തിയോ ക്യാപ്സ്. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വചനം ഇതാണ്: ദൈവദാസനായ തിയോഫനച്ചനോടും മെൻഡസച്ചനോടും ഒത്ത് ഏതാനും വർഷങ്ങൾ ജീവിക്കാൻ ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും തിയോഫനച്ചൻ്റെ പ്രവർത്തനങ്ങൾ നല്ലൊരു പിതാവിന് തുല്യമായ ശിക്ഷണം എല്ലാവർക്കും നൽകിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. ആയതിനാൽ തിയോഫനച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന മറ്റൊരു ചിന്ത ഇതാണ്. അതിൻ്റെ അടിസ്ഥാന വചനം ഞാൻ പറയുന്നതിന് മുമ്പ് ആ ചിന്ത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. തിയോഫനച്ചൻ ദൈവത്തിൻ്റെ മനോഹാരിതയായിരുന്നു, ദൈവത്തിൻ്റെ ബ്യൂട്ടി ആയിരുന്നു, ദൈവത്തിൻ്റെ സൗന്ദര്യമായിരുന്നു. ഈശോ തന്നെക്കുറിച്ച് തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് നിത്യജീവന്റെ വെളിച്ചമുണ്ടാകും. യേശു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 5-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ സത്കർമ്മങ്ങൾ കണ്ട് ലോകം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിയോഫനച്ചൻ തൻ്റെ സൽപ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി സത്പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചു. എങ്ങനെയാണ് അങ്ങനെ ജീവിച്ച തിയോഫനച്ചൻ ദൈവത്തിൻ്റെ മനോഹാരിതയാകുന്നത്, ദൈവത്തിൻ്റെ ബ്യൂട്ടി ആകുന്നത്? ഖലീൽ ജിബ്രാൻ പറയുന്നു, സൗന്ദര്യം മുഖത്ത് കാണുന്ന മനോഹാരിതയല്ല, ഹൃദയത്തിലെ വെളിച്ചമാണ്.
ഹൃദയത്തിലെ വെളിച്ചമാണ്. തിയോഫനച്ചൻ വെളിച്ചമാകുന്ന ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. നമുക്കറിയാം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക. മത്തായി 12:34 നാം വായിക്കുന്നത് പോലെ തിയോഫനച്ചൻ്റെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികളൊക്കെ തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ, അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നുമാണ് വന്നത്. ഒരു വൃക്ഷത്തിൻ്റെ, ഒരു ചെടിയുടെ ഫലം, പൂക്കൾ എവിടെയാണ് ഉണ്ടാവുക? ശാഖകളിലാണല്ലോ. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിൽ, ഞാൻ അവനിൽ വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുവിക്കും. ദൈവദാസനായ തിയോഫനച്ചൻ പുറപ്പെടുവിച്ച ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, എളിമ, സൗമ്യത, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന എല്ലാ സത്ഫലങ്ങളും തിയോഫനച്ചൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. തിയോഫനച്ചൻ ഇന്ന് നമ്മുടെ മുന്നിൽ ഇന്നും ജീവിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ തിയോഫനച്ചൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തിയോഫനച്ചനെ നീ വിളിച്ച് നിൻ്റെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെയൊക്കെ ഉപകരണമാക്കിയതുപോലെ ആ ദൈവദാസൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും നിൻ്റെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.